ഷിരൂരിൽ ഇനിയുള്ള മണിക്കൂറുകൾ ഡ്രോൺ പരിശോധനയിലേക്ക് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധന അതിന്റെ ഫലം 2 മണിക്കൂറിനുള്ളിൽ അറിയുമ്പോൾ കൃത്യമായി ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് മുങ്ങൽ വിദഗ്ധ സംഘത്തിന് നാവികസേനയുടെ സംഘത്തിന് ഇറങ്ങാനുള്ള സാഹചര്യം കൂടി ഒരുക്കി കിട്ടലാകും. ഇനിയുള്ള മണിക്കൂറുകളിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യം കെ വി ബൈജു ചേരുന്നു. ബൈജു, നമ്മളിനി ഇപ്പോൾ പറഞ്ഞതുപോലെ ഡ്രോണിന്റെ പരിശോധന, അപ്പോഴും ഈ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അടിയൊഴുക്ക്, നദിയുടെ അടിയൊഴുക്ക്. അതുകൊണ്ട് തന്നെ ഈ കടലിലൊക്കെ ഇതുപോലെ ഇറങ്ങുമ്പോൾ അടിയൊഴുക്ക് ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ആഴത്തിൽ ഇറങ്ങാൻ കഴിയും. പക്ഷെ പുഴയെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു കുഴിയെടുത്ത് ഈ ഒഴുക്ക് നിയന്ത്രിച്ചാൽ ഇത് അല്പം കൂടെ എളുപ്പമായിരുന്നേനെ എന്നൊക്കെ നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ മാധ്യമങ്ങളോട് പറയുന്നതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. ഈ അടിയൊഴുക്കിനെ മറികടന്നുകൊണ്ട് അത് ഏത് തരത്തിലാണ് കൃത്യമായിട്ട് കൃത്യസ്ഥാനം ഉറപ്പിക്കാൻ കഴിയുക, അതിനുശേഷമാണ് രൂപരേഖ തയ്യാറാക്കാൻ കഴിയുക, അതിനുശേഷമാണ് മുങ്ങൽ വിദഗ്ധർക്ക് ദൗത്യ സംഘത്തിന് ഇറങ്ങാൻ കഴിയുക. അപ്പോൾ അത് ഒരു വെല്ലുവിളി ഏത് തരത്തിലായിരിക്കും? തീർച്ചയായും അത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ നാവികസേന ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇടയില്ല. പക്ഷേ പ്രതികൂല കാലാവസ്ഥയുണ്ട്. അപ്പോഴും നമുക്ക് ഈ നമ്മുടെ മുന്നിൽ വലിയ തോതിലുള്ള ലക്ഷ്യമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയിലാണ് നമ്മുടെ നാവികസേനയും ഒപ്പം കരസേനയും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും സച്ചിൻ ദേവ് MLA വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരമാണ് ന്യൂസ് 18ലൂടെ അല്പസമയം മുമ്പ് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും പങ്കുവച്ചത്. അത് തന്നെയാണ് അവിടെ ഏറ്റവും വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ഊർജിതമായ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന അദ്ദേഹം ആ ദുരന്ത ഭൂമിയിൽ നിന്നും നേരിട്ട് തന്നെ പ്രേക്ഷകർക്ക് പങ്കുവച്ചു. എന്തായാലും ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോൺ അല്പസമയത്തിനകം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അർജുനരികിലേക്ക് എത്താൻ സാധിക്കും. ഇനി 1-2 മണിക്കൂറിനകം തന്നെ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം എന്തായാലും ലഭിക്കും. ഈ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകും എന്ന ഒരു വലിയ തോതിലുള്ള അത്തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് ഉള്ളത്. അതിനൊരു സ്ഥിരീകരണം 1-2 മണിക്കൂറിനകം തന്നെ എന്തായാലും ഉണ്ടാകും. അതാണ് ഏറ്റവും നിർണായകം. ഇനി വരുന്ന ഓരോ മണിക്കൂറും നിർണായകമാണ്. കാലാവസ്ഥ ഇപ്പോൾ വലിയ പ്രതികൂലമൊന്നല്ല, നല്ല കാലാവസ്ഥയാണ്. ഒരു 2 മണിക്കൂർ ഇതേ രീതിയിൽ മഴ പെയ്യാതെ ആവുകയാണെങ്കിൽ ഈ ഡ്രോൺ കൃത്യമായി പറപ്പിച്ച് അതിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റും. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചളിയിലും ഒക്കെ ഇത്തരത്തിൽ പൂണ്ടുകിടക്കുന്ന വസ്തു 20 മീറ്റർ താഴ്ചയിൽ ഈ ഡ്രോൺ കണ്ടെത്തും. ഒപ്പം മണ്ണിലും വെള്ളത്തിലും മഞ്ഞിലുമൊക്കെ 70 മീറ്റർ വരെ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന അത്രത്തോളം അത്യാധുനിക സംവിധാനമുള്ള ഒരു ഡ്രോണാണ്. ഈ ഡ്രോണിന് വേണ്ടിയായിരുന്നു നമ്മൾ കാത്തിരുന്നത്. ഏതായാലും ഇന്ദ്രബാൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഈ ഡ്രോണിൻ്റെ പ്രവർത്തനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അത് ഏതായാലും നിർണായകമാണ്. ഇനി വരുന്ന ഓരോ മണിക്കൂറുകളും ആ വാർത്ത കാതോർത്തിരിക്കുകയാണ്. എന്തായാലും മറ്റ് അർജുനൊപ്പം തന്നെ 2 പേർ കൂടി ഈ മണ്ണിനടിയിലോ പുഴയിലോ ആയുണ്ട്. അവരെയും കൂടെ ഈ ഡ്രോണിന്റെ സഹായത്തോടെ കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് രക്ഷാ ദൗത്യ സംഘം നമ്മോട് പങ്കുവെക്കുന്നത്. എന്തായാലും അതിന് വലിയ താമസമില്ല. ആ പ്രവർത്തനം എല്ലാം ഊർജിതമായി തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അപർണ.